നമസ്കാരം സ്നേഹത്തുമ്പികളെ, ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലുള്ള നമ്മുടെ കേരള ഹൗസിലാണ്. ബോർഡ് കണ്ടല്ലോ, കേരള ഹൗസ് ക്ലോസ്ഡ് ഫോർ റെനോവേഷൻ വർക്ക്. ഇവിടുത്തെ ബോർഡ് തുടങ്ങി ഗേറ്റ് തുടങ്ങി സകലതും ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഈ ഒരു സംഭവം എടുക്കാൻ വേണ്ടി മാത്രം, നേരിട്ട് ഇതിൻ്റെ അവസ്ഥ കാണാൻ വേണ്ടി മാത്രം മെനക്കെട്ട് കന്യാകുമാരി വരെ വന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം ടൂറിസം ഡയറക്ടറേറ്റിൽ വിളിച്ച് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ തിരക്കി, എന്താണ് ഇപ്പോൾ കേരള ഹൗസിൻ്റെ അവസ്ഥ, നമുക്ക് സർവീസ് അവൈലബിൾ ആണോ, റൂംസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവിടെ റെനോവേഷൻ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഒരു സംശയം പോലെ പറഞ്ഞു. എനിക്ക് ഇത്രയും ഞാൻ ഒരു ആവേശം കാണിച്ച് ഇവിടെ വരെ എത്താൻ കാരണം കഴിഞ്ഞ വർഷം 2024 നവംബർ 5-ാം തീയതിയാണ് മനോരമയിൽ വന്ന ഒരു വാർത്ത, ഇപ്പോഴും കിടപ്പുണ്ട്. 6 കോടി രൂപ അനുവദിച്ചിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ പണി ആരംഭിക്കും. 6 കോടി രൂപ കേരള ഹൗസിന് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ്. അടുത്ത മാസം വർക്ക് തുടങ്ങും എന്നാണ് ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സംഭവം ഞാൻ പുള്ളിയോട് സംസാരിച്ച വഴിക്ക് ചോദിച്ചു. കഴിഞ്ഞ വർഷം പറഞ്ഞത് പെട്ടെന്ന് തുടങ്ങും എന്നാണല്ലോ, അപ്പോൾ ഇത്ര ഒരു വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇതുവരെ പണിയൊന്നും എങ്ങും എത്തിയില്ലേ? അപ്പോൾ പറഞ്ഞു PWDക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള താമസങ്ങളാണ് വന്നത്. അപ്പോൾ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതി ഏറ്റെടുക്കും എന്ന് നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞത്, ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ പണി എങ്ങും ആയിട്ടില്ല. ഇപ്പോഴും അകത്ത് കാട് കയറിയ അവസ്ഥയിലാണ്. പുതിയൊരു ബിൽഡിങ്ങിനുള്ള തുടക്കം എന്തോ അവിടെ കുറിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. 6 കോടി രൂപ നിസ്സാര തുകയല്ല. നിങ്ങൾ ഉള്ള വേല പണിട്ടിരിക്കീங்களா? வேலையில என்ன ஆச்சு? நல்லா இருக்கா? பில்டிங் எல்லாம் பெருசாச்சா? என்ன வேலைக்கு போறீங்க நீங்க? கச்சோடம். என்ன கச்சோடங்க? இந்த கர்டன், வண்டி ஐட்டம். ஓ, அது நீங்க கேட்டதோ அது மாதிரி வேலைக்கு ஆட்கானங்க அண்ணங்கிட்ட அந்த இதுனா கிட்ட பாரு. உள்ள ஆள் இருக்கா? உள்ள போக முடியுமா உங்களுக்கு? அது தெரியாதும்மா, நீங்க கேட்டு திறந்து போங்க. வண்டி போகுமோ என்னவோ தெரியாது, நீங்க கேட்டுக்கோங்க. അങ്ങനെ ആ അമ്മമാർ കാണിച്ചു തന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ഞങ്ങളും കേരള ഹൗസിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. ഗേറ്റിനുള്ളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന വിധമായിരുന്നു. ദാ നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടെ പണി തീരാത്ത, എന്തിനോ വേണ്ടി പകുതി പണിതിട്ടിരിക്കുന്ന കുറച്ച് തൂണുകൾ, അത്രയും പറഞ്ഞാൽ മതി. ഒരു ബിൽഡിംഗ് എന്നൊന്നും പറയാനില്ല, മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ ഈ 6 കോടി രൂപ അനുവദിച്ചിട്ട് അവിടെ ഒരു പുല്ല് പറിച്ചതായിട്ട് പോലും കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പുറമേ നോക്കിയിട്ട് ഇതിനി അകത്ത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പുറമേ നിന്ന് നോക്കിയാൽ വ്യക്തമാണ്, 1 രൂപ പോലും അവിടെ ചെലവഴിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, 1 വർഷം മുമ്പാണ് ഈ സംഗതി വാർത്ത പുറത്തു വന്നത്. നവംബർ 5, 2024 6 കോടി രൂപ അനുവദിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ, അടുത്ത് തന്നെ ഇതിൻ്റെ പണികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞത്. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നറിയാമോ? പുറത്തിങ്ങനെ അകത്ത് പണികൾ നടക്കുന്നു, ഇത് ക്ലോസ്ഡ് ആണ് എന്നൊരു ബോർഡും വെച്ചിട്ട് അകത്ത് കാണുന്ന കാഴ്ചയാണിതൊക്കെ. ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ എവിടെയെങ്കിലും വാർത്തയാകുന്നുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ പുതുക്കിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ വലിയ രീതിയിൽ ഇവർ വാർത്തയാക്കും, ആഘോഷമാക്കും. ദാ ഈ കാണുന്നതാണ് നമ്മുടെ കേരള ഹൗസിൻ്റെ അവസ്ഥ. അതിൻ്റെ മുകളിൽ തൊട്ട് പുല്ലും കാടും കയറിയ നിലയിലാണ്. പരിസരം മുഴുവൻ അങ്ങനെ തന്നെയാണ്. 4.5 ഏക്കറിലായിട്ട് കിടക്കുകയാണ് കേട്ടോ കേരള ഹൗസ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെയൊക്കെ ഒരുപാട് ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ്, ഒരു റെസ്റ്റ് ഹൗസാണ് കേരള ഹൗസ്. വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ആ സമയത്ത്, ഈ വാർത്ത വന്ന സമയത്തെ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ 6 കോടി അനുവദിച്ചതെന്നല്ലേ? ഒന്ന്, ഇവിടെ ഉപ്പുജല സംസ്കരണ പ്ലാന്റ്, ഉദ്യാനം, ഇതൊക്കെ സ്ഥാപിക്കും. ഉദ്യാനം, ഇതിൻ്റെയൊക്കെ അവസ്ഥ, ഇവിടുത്തെ ഒരു പുല്ല് പറിക്കൽ പോലും ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ ആരോ 2 ഉദ്യോഗസ്ഥരാണോ എന്നറിയില്ല, വാഹനങ്ങൾ ഇരിപ്പുണ്ട്, ആളുകളൊന്നും ഇവിടെ വന്നിട്ട് കാണുന്നില്ല. പിന്നെ വാഹന പാർക്കിംഗ് സൗകര്യം, ടൈൽസ്, പിന്നെ പുതിയ ഉപകരണങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഈ 4.5 ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കേരള ഹൗസിൻ്റെ മൊത്തത്തിലുള്ള നവീകരണമാണ് ഈ 6 കോടി കൊണ്ട് ഉദ്ദേശിച്ചത്. 6 കോടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടില്ല. അടുത്ത മാസം നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് ക്ലോസ്ഡ്, റിനോവേഷൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്ത് ഒന്നും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റ് സാധാരണക്കാർക്ക് ഇവിടെ വന്നാൽ മറ്റുള്ള ഇടങ്ങളേക്കാൾ കുറച്ചുകൂടി തുച്ഛമായി, മിതമായിട്ടുള്ള നിരക്കിൽ നമുക്ക് റൂമുകൾ കിട്ടും. പിന്നെ അവിടെയുള്ള നമ്മുടെ MLA-മാർ, VIP-കളൊക്കെ വന്നാൽ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള പണം കൊടുത്താൽ മതി. 11ഓളം ഡബിൾ റൂമുകളുണ്ട്. 10 പേർക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡോർമെട്രി ഉണ്ട്. അങ്ങനെ 10 ജീവനക്കാരെങ്ങാണ്ട് ഇവിടെ സ്ഥിരം ജീവനക്കാരുണ്ട്.
ഇത്രയും നല്ലൊരു ഏരിയ കിട്ടിയിട്ട് ടൂറിസത്തിൻ്റെ എത്ര വലിയ സാധ്യതയാണ്, നമുക്ക് എന്തുമാത്രം പൈസ കിട്ടാനുള്ള ഒരു വകുപ്പാണെന്നറിയാം ഇങ്ങനെ ഇട്ട് നശിക്കുന്നത്. ഈ ഉപ്പുവെള്ളം ഏറ്റാണ് ഈ ബിൽഡിംഗ് ഇത്ര ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുവേണ്ട യാതൊരു വിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഇതിനടുത്തൊക്കെ ഓരോ സ്വകാര്യ വ്യക്തികളുടെ ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെ എത്രയോ രൂപയ്ക്കാണ് ദിവസ റെൻറ്റിനൊക്കെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കൂത്തി പോലെ ഈ ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. 2008 അവസാനമായിട്ട് ഇത് നവീകരിച്ച്. അതിനുശേഷം 2024 ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആരും വരാതെ ഇങ്ങനെ കാട് മൂടി കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു മതിൽക്കെട്ടിനകത്ത് കയറിയിട്ട് പോലും ഇവിടെ ഉള്ളവരാരും അറിഞ്ഞിട്ടുമില്ല. വലിയ കഷ്ടം എന്നേ പറയാനുള്ളൂ. ഏതായാലും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി, കാരണം വിളിച്ചപ്പോൾ നമ്മുടെ കേരള വിനോദസഞ്ചാര വകുപ്പിൻ്റെ അധികാരപ്പെട്ട ആളുകൾ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ നടക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തുറന്നു തരും എന്നാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്കാർക്കും ഇത് ഒതുകിയില്ലെങ്കിലും മലമൂത്ര വിസർജനം കൃത്യമായിട്ട് നിർവഹിക്കാനും ഈസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കാനും ഒക്കെയുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവരെയൊക്കെ മലയാള ഭാഷയിൽ വിമർശിച്ചാൽ കൂടിപ്പോവും. ഇതാണ് നമ്മുടെ കേരള ഹൗസിലേക്കുള്ള വഴി. കണ്ടോ, ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കമ്പികളാണ് നേട്ടം എന്ന് പറയുന്നത്, നമുക്കുണ്ടായ നേട്ടങ്ങൾ. ഈ കമ്പികളവിടെ സ്ഥാപിച്ചിട്ട് എത്ര വർഷമായെന്ന് ഇവന്മാർക്ക് തന്നെ അറിയാം. കണ്ടോ, രാജാവിൻ്റെ കാലത്തെ പാർക്കിങ്ങാണ്. ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് കാട് പിടിച്ച വികസനം. ഇതാണ് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വികസനം. ഇതൊക്കെ എന്തിനു നാട്ടിൽ നിർത്തിയിരിക്കുന്ന? അപ്പോൾ നമ്മുടെയൊക്കെ പണം കോടിക്കണക്കിന് രൂപകളായിട്ട് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ കെട്ടിക്കിടക്കുന്നു, ബ്ലോക്കായിട്ട് കിടക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്ക് മാത്രം ഉപകാരപ്പെട്ടുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഒരു പ്രയോജനവുമില്ലാതെ എന്നുകൂടി നമുക്ക് മനസ്സിലാകുകയാണ്. ദുഃഖവും അമർഷവും ഒക്കെ തോന്നുകയാണ്. കാരണം ഇവർ കേരളത്തിലെ കാഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ടൂറിസം വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്, പാലങ്ങൾ സ്ഥാപിച്ചു, വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു. അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക് പോലും കന്യാകുമാരി സന്ദർശിക്കാൻ വന്നാൽ മിതമായ നിരക്കിൽ താമസിക്കത്തക്ക രീതിയിൽ ഇത്രയും സ്ഥല സൗകര്യം ഉണ്ടായിട്ട് അതുപോലും ഒന്ന് കൃത്യമായിട്ട് റെഡിയാക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇത്രയും വലിയ വികസന നേട്ടങ്ങൾ ഞങ്ങൾ എടുത്തു മറിച്ചു എന്ന് പ്രസംഗിക്കുന്നത്. വികസന നേട്ടങ്ങളായിട്ട് ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 6 കോടി രൂപ അനുവദിച്ചു. ആർക്ക് അനുവദിച്ചു, ആർക്ക് പ്രയോജനപ്പെട്ടു എന്നത് ചോദ്യം തന്നെയാണ്.